എൻ്റെ അടുത്ത് നിൽക്കുന്ന മാവേലി ചില്ലറക്കാരനല്ല, 18 വർഷത്തെ വലിയൊരു എക്സ്പീരിയൻസ് ഉള്ള ഒരു മാവേലിയാണ്. അടൂർ സുനിൽകുമാർ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. 18 വർഷമായിട്ട് അദ്ദേഹം മാവേലി വേഷം കെട്ടുകയാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതം. അത്രത്തോളം ടാലൻറ്റഡ് ആയിട്ടുള്ള മാവേലിയാണ് നമുക്കൊപ്പം ഉള്ളത്. ചേട്ടാ, എത്ര കാലമായി ഈ ഒരു മാവേലി വേഷം കെട്ടി തുടങ്ങുന്നത്? എന്തുകൊണ്ടാണ് ഇത് തുടരുന്നത്? മാവേലി വേഷം തുടങ്ങിയിട്ട് 38 വർഷമാകുന്നു. 18 വർഷമായിട്ട് ഞാൻ സ്ഥിരമായിട്ട് പള്ളിയോട സേവാ സംഘത്തിൻ്റെ മഹാബലിയാണ്. അതുകൊണ്ട് 18 മുടങ്ങാതെ എന്നാൽ കഴിഞ്ഞ വർഷം മഹാമാരിയെ തുടർന്ന് മാത്രം ഉള്ളൂ വരാതിരുന്നത്. എങ്കിലും 18 വർഷം ഇപ്പം പൂർത്തിയായിരിക്കുന്നു. ഇവർക്ക് പള്ളിയോട സേവാ സംഘത്തിൻ്റെ പ്രധാനപ്പെട്ട വ്യക്തികൾ എല്ലാ പ്രാവശ്യവും വളരെ മുൻകൂട്ടി തന്നെ എന്നെ വിളിക്കും. ഇതിനൊരു പ്രചോദനം എന്താണ് ഈ ഒരു തുടർച്ചയായിട്ട് മാവേലി വേഷം കെട്ടാൻ? തുടർച്ചയായിട്ടെന്ന് പറയുമ്പോൾ എൻ്റെ അച്ഛനായിരുന്നു. അച്ഛൻ കലാകാരനാണ്, അഡ്വക്കേറ്റായിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ പൂർണ്ണ സപ്പോർട്ട്, പിന്നെ ഇപ്പോൾ എൻ്റെ മകളുണ്ട്, വൈഫുണ്ട്, എൻ്റെ കുടുംബത്തിൻ്റെ പൂർണ്ണ സപ്പോർട്ട് എനിക്കുണ്ട്. തുടർച്ചയായിട്ട് ഇത് എനിക്ക് ആവതുള്ള കാലം വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴൊന്നും നിർത്തല്ല. എനിക്ക് എൻ്റെ ശാരീരികമായ ബുദ്ധിമുട്ടുണ്ടാകുന്ന കാലം വരെ ഞാൻ ഈ വേഷം കെട്ടും. ഇത്ര ഭംഗിയായിട്ട് ഒരുങ്ങി നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു വലിയൊരു സന്തോഷമാണ് നമുക്ക് മനസ്സിൽ തന്നെ തോന്നുന്നത്. ഈ ആഭരണങ്ങളൊക്കെയും ഈ വേഷവിധാനങ്ങളൊക്കെയും ചേട്ടൻ തന്നെ ചൂസ് ചെയ്തതാണോ അതോ? അല്ല, എൻ്റെ മകളും എൻ്റെ ഭാര്യയും കൂടിയാണ് ഇതെല്ലാം ചെയ്യുന്നത്. എൻ്റെ മേക്കപ്പ് ചെയ്ത് വിടുന്നത് പോലും അവരാണ്, എൻ്റെ കുടുംബം തന്നെയാണ്. അത്രത്തോളം വലിയൊരു പിന്തുണയാണുള്ളത്. കുടുംബത്തിൻ്റെ ഒരു ഭംഗിയാണ് ചേട്ടനിലേക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് വലിയൊരു കാര്യം തന്നെയാണ്. ഒരു കുടുംബം മുഴുവനും ഈ ഒരു മാവേലി വേഷം കെട്ടാൻ നമ്മുടെ സുനിൽകുമാർ ചേട്ടനെ സഹായിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. നീണ്ട വർഷങ്ങളായിട്ടാണ് ഈ ഒരു മാവേലി വേഷം കെട്ടുന്നത് എന്നതുമാണ് ഏറ്റവും അത്ഭുതകരമായിട്ടുള്ള കാര്യം, സന്ധ്യ. കാരണം നമുക്ക് കാണുമ്പോൾ തന്നെ ആ ഒരു ഭംഗി, വരുന്ന ഒരു വരവ് തന്നെ വലിയൊരു എടുപ്പായിട്ടാണ് യഥാർത്ഥ മാവേലി വന്ന പോലെ തന്നെ മനസ്സിലാകുന്നുണ്ട്. ശരി ജയലക്ഷ്മി, എന്തായാലും വിശേഷങ്ങൾ ഒരുപാടുണ്ട്. ആറന്മുളയിൽ നിന്നും തൃശ്ശൂരിൽ നിന്നും ഒക്കെ വിശേഷങ്ങൾ ഒരുപാട് ഇനിയും നമുക്ക് കാണാനുണ്ട്.